DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ പാചകത്തിന് ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ കമ്പനികളുടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്ന കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചിരുന്നുവെങ്കിലും അതിനുശേഷവും രണ്ട് രാജ്യങ്ങളും ഗൾഫ് മേഖലയിൽ യുദ്ധം തുടരുകയാണ്. അതിനാൽ തന്നെ ഗ്യാസ് ബുക്കിംഗിലുള്ള നിയന്ത്രണം പിൻവലിക്കാനുള്ള നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസത്തെ ഇടവേളയാണുള്ളത്. നഗരപ്രദേശങ്ങളിൽ ഇത് 25 ദിവസമാണ്. അതായത് നഗരപ്രദേശങ്ങളിൽ ഒരു ഗ്യാസ് ബുക്ക് ചെയ്ത് 25 ദിവസത്തിന് ശേഷമേ അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യുവാൻ സാധിക്കൂ. യുദ്ധം വീണ്ടും രൂക്ഷമായാൽ ഈ നിയന്ത്രണങ്ങൾ തുടരുന്നതിനൊപ്പം മറ്റ് നിയന്ത്രണങ്ങളും വരുമെന്നതാണ് ആശങ്ക. അതോടൊപ്പം ഉജ്ജ്വല യോജന പദ്ധതി വഴി സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ 9 സിലിണ്ടർ എന്നത് 4 സിലിണ്ടറാക്കി ചുരുക്കിയിരുന്നു. യുദ്ധ സാഹചര്യം തുടരുന്നതിനാൽ അതിലും ഉടനെ മാറ്റം വരാൻ സാധ്യതയില്ല. അതോടൊപ്പം ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ യുദ്ധം നിർത്തുന്ന കരാർ നിലവിൽ വന്ന ശേഷം വലിയ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഉടനെയൊന്നും ഒരു കുറവ് വരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും വാണിജ്യ സിലിണ്ടറുകൾക്കും ഗാർഹിക സിലിണ്ടറുകൾക്കും 1-ാം തീയതി ചെറിയ തോതിലുള്ള വിലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഏജൻസികളിൽ നിന്നും വീടുകളിൽ നേരിട്ടെത്തി ഗ്യാസ് കണക്ഷന്റെ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ പ്രമുഖ ഗ്യാസ് വിതരണ കമ്പനികളിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന ടെക്നീഷ്യന്മാർ ഉപഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തി പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. 5 വർഷത്തിലൊരിക്കൽ നിർബന്ധമായി നടത്തേണ്ട സുരക്ഷാ പരിശോധനയുടെ ഭാഗമായാണ് ടെക്നീഷ്യന്മാർ വീടുകളിലെത്തുന്നത്. സിലിണ്ടർ, റെഗുലേറ്റർ, കണക്റ്റിംഗ് ഹോസ് തുടങ്ങിയ ഉപകരണങ്ങൾ പരിശോധിക്കുകയും അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പരിശോധനയ്ക്കായി വീട്ടിലെത്തുന്ന ടെക്നീഷ്യന്മാരുമായി ഉപഭോക്താക്കൾ പൂർണ്ണമായും സഹകരിക്കേണ്ടതുണ്ട്. പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഉപകരണങ്ങളുടെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു സർവീസ് റിപ്പോർട്ട് ടെക്നീഷ്യന്മാർ ഉപഭോക്താവിന് നൽകും. ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകളോ കേടുപാടുകളോ കണ്ടെത്തിയാൽ അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അവർ നൽകും. റെഗുലേറ്ററോ ഹോസോ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ ആവശ്യമായ പുതിയ ഉപകരണങ്ങൾ ഇവരുടെ കൈവശം ലഭ്യമായിരിക്കും. ഈ സുരക്ഷാ പരിശോധനയ്ക്കായി സർവീസ് ചാർജും GSTയും ഉൾപ്പെടെ ആകെ 236 രൂപയാണ് ഉപഭോക്താവ് നൽകേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഉപകരണം പുതിയത് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നാൽ അതിന്റെ വില വേറെ നൽകണം. പണം നൽകിയ ശേഷം കൃത്യമായ രസീതും പരിശോധനാ റിപ്പോർട്ടും വാങ്ങാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം. തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിനായി വീടുകളിലെത്തുന്നവർ ഔദ്യോഗിക ഗ്യാസ് ഏജൻസിയിൽ നിന്നുള്ളവരാണെന്ന് വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രം സിലിണ്ടർ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക. അതോടൊപ്പം LPG ഗ്യാസ് EKYC ഇതുവരെ പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ചില ഏജൻസികൾ സിലിണ്ടർ വിതരണം തടഞ്ഞുവെക്കുന്നുണ്ട്. അതിനാൽ വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് കണക്ഷൻ എടുത്ത ശേഷം ഇതുവരെ EKYC പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം അത് ചെയ്യണം. കണക്ഷൻ എടുത്ത ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റിയ ശേഷം പുതിയ ഉടമയുടെ പേരിൽ EKYC നടത്തേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.